ചില അപ്രതീക്ഷിതമായ യാത്രകളും ചില ട്രിപ്പുകളും ഒക്കെ ഉണ്ടല്ലോ, മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ പോകാൻ റെഡിയായിട്ടിരിക്കുന്നത്. ഞാൻ സെക്കൻഡറാബാദിൽ നിന്ന് ഡൽഹിയിലോട്ട് പോസ്റ്റിംഗ് ഒക്കെ കിട്ടി വന്നപ്പോഴേ എൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു മണാലി പോകാമെന്നുള്ളത്. അത് ഇത്ര പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്നൊരു 10-11 മണിക്കൂറൊക്കെ ഇവിടെ ഗൂഗിളിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ, പിന്നെ മണാലിയിലോട്ട്. അപ്പം കുറച്ച് അടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രാവശ്യം പോകണമെന്ന്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. കാരണം ഇന്ന് വൈകിട്ട് നമ്മൾ ആലോചിച്ചു, നാളെ ഉച്ചയായപ്പോഴത്തേന് എല്ലാം റെഡിയായി പാക്ക് ചെയ്ത് നമ്മൾ മണാലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഫസ്റ്റ് കാര്യമെന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പണി കിട്ടി കേട്ടോ. പണി എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാമേ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേന് യാത്ര തുടർന്നു കേട്ടോ. നമ്മുടെ കൂടെ വേറെ ഒരു മലയാളി ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും കൂടെയാണ് പോയത്. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും യാത്ര കുഴപ്പമില്ലായിരുന്നു. AC ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ കടന്നുപോയി കേട്ടോ. പിന്നെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിലോട്ടൊക്കെ ഇതേപോലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, ഈ റോഡ് സൈഡിലായിട്ടൊന്നും ഒന്നും കാണത്തില്ല കേട്ടോ. കാണാനായിട്ടുള്ള കാഴ്ചകളൊന്നും കാണത്തില്ലേ. കാരണം ഇവിടെ എല്ലാം പാടങ്ങളും കൃഷി വിളവെടുത്ത് നിൽക്കുന്ന സമയമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തരിശു ഭൂമിയൊക്കെ കാണാം. പിന്നെ ഈ കൃഷി സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഗോതമ്പ് പാടങ്ങളൊക്കെ വിളഞ്ഞ് നിൽക്കുന്നതും ഓരോ കൃഷി ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ കാണാം കേട്ടോ. ഇതിപ്പോൾ ഒന്നുമില്ല, എല്ലാം കാലിയാണ് കേട്ടോ. ഇതേപോലെ കുറേ പാടങ്ങൾ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത്. ഇതിപ്പോൾ കാണുന്നത് ഹരിയാനയാണ് കേട്ടോ. ഇതിപ്പം വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ തരിശ് പാടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇവിടൊക്കെ ഇതൊക്കെയുള്ളൂ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ. അങ്ങനെ നമുക്ക് പോയി എന്തായാലും ചെറിയൊരു പണി, 8ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയപ്പം കുറേ ദൂരം ചെന്നപ്പോഴത്തേന് നമ്മുടെ കാറിൻ്റെ പെട്രോൾ തീർന്നു, വഴിയിലായിപ്പോയി കേട്ടോ. CNGയിൽ ഓടുന്ന കാറും കൂടെ ആയിരുന്നു, അതും തീർന്നു. രണ്ടും കാലിയായി കേട്ടോ. അങ്ങനെ നമ്മൾ കൊട്ട വെയിലത്ത് പുറത്ത് നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഈ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ കയറിയാൽ 2-3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ. ഈ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒന്ന് ബാത്റൂമിൽ പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ആ വെയിലത്ത് കുറേ നേരം, ഒരു 1 മണിക്കൂറോളം നിന്ന് കേട്ടോ. പിന്നെ അവർ പോയി പെട്രോളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഒഴിച്ചിട്ടൊക്കെയാണ്. എന്തായാലും ഭാഗ്യത്തിനൊരു 2-3 കിലോമീറ്ററിനപ്പുറത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടം വരെ നടന്നൊക്കെ പോയി പെട്രോളൊക്കെ ഒഴിച്ച് നമ്മൾ പിന്നെ വൈകിട്ട് രാത്രിയിലുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഒരു പഞ്ചാബി ധാബയിൽ വന്നതാണ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിരിയാണിയോ മന്തിയോ ഫ്രൈഡ് റൈസോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കാൻ കേട്ടോ. ഇവിടെയൊക്കെ വന്നാൽ അതൊന്നും കിട്ടത്തില്ല. ആലു പറാത്തയും മാഗി റൈസ് ഡാല് അതുപോലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഫുള്ള് കിട്ടുന്നത്. നോൺ വെജ് കടകളൊക്കെ വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ കേട്ടോ. കൂടുതലും ധാബകളാണ്. അവിടെ എല്ലാം ഈ വെജ് റൈസും പറാട്ടയൊക്കെയാണ് കേട്ടോ. നമ്മളങ്ങനെ ആലു പൊറോട്ടയ്ക്കും റൈസും വെജ് റൈസിനും പറഞ്ഞ് ആലു പൊറോട്ടയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും നമുക്ക് പിടിക്കത്തില്ല കേട്ടോ. പഞ്ചാബി ധാബ ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ചില ഫുഡുകളൊന്നും പിടിക്കത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഓയിലാണ് പ്രധാന പ്രശ്നം. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലല്ല കേട്ടോ അവരുപയോഗിക്കുന്നത്. അവർ കൂടുതലും കടുകെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കത്തില്ലേ. പിന്നെ നമ്മൾ പൊറാട്ടയൊക്കെ കഴിച്ചു, തൈര് കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. 4-5 പേരൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേന് നല്ല അടിപൊളി ഒരു ബില്ലായി. എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ. ബില്ല് കേട്ടിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം അവർ കൊണ്ടുവച്ച ആ ഒരു സാലഡിന് പോലും അവർ ബില്ല് പേ ചെയ്തേ. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാമേ.